ഞാനിന്ന് ഞാലിപ്പൂവൻ കായ വറവാണ് ഉണ്ടാക്കുന്നത്. ഞാലിപ്പൂവൻ കായ വട്ടൻ. അത് ചള്ള് കായാണ്, ഒടിഞ്ഞ വാഴേൻ്റെ കായാണ്, മൂത്തിട്ടില്ല. അത് വട്ടത്തിൽ മുറിച്ചെടുക്കണം. കായ വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു അയ്യഞ്ചെണ്ണെല്ലാം ഒന്നിച്ച് പിടിച്ചാൽ സ്പീഡിൽ മുറിച്ച് തീരും. ഇനി ഇതിൽ കറിയുണ്ട്. നേന്ത്രക്കായെല്ലാം മൂത്താൽ പിന്നെ പുറം കഴുകി മുറിച്ചിട്ടാൽ മതി. ഈ ചെറു കായകൾക്കെല്ലാം നല്ലോണം കറി ഉണ്ടാവും, കൈക്ക് പിടിക്കുന്ന കറ. അത് കളയാൻ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കളയാൻ പറ്റും. കഞ്ഞിവെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തിരുമ്മിയിട്ട് ഒരു 5-6 പ്രാവശ്യം ഊറ്റിക്കളഞ്ഞാൽ കറ പോകും. കുറച്ച് സമയം ഇങ്ങനെ തിരുമ്മിയിട്ട് ഊറ്റിക്കളയണം. ഒരു 6 പ്രാവശ്യം. ഒരു 4 പ്രാവശ്യം കഴുകുമ്പോൾ തന്നെ കറിയെല്ലാം മുഴുവനായിട്ട് പോയി. ഇനി കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. കുക്കറിൽ കായ മുറിച്ചതും 2 പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ അടുപ്പത്ത് വെച്ച് ഇനി അടച്ചു കൊടുക്കുക. ഒരു വിസിലടിക്കുമ്പോൾ അത് ഓഫ് ചെയ്യുക. അപ്പോഴേക്കും വെന്തിരിക്കും. ചെറിയ ചള്ള് കായാണ്. കായ വേകുമ്പോഴേക്കും വറവിനുള്ള ചുവന്നുള്ളി, വെളുത്തുള്ളി 2 എണ്ണം ചതക്കി ഇടുന്നുണ്ട്, ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് കുരുമുളക് പൊടിയെല്ലാം റെഡിയാക്കി വെക്കാം. ഒരു വിസിലടിച്ചിട്ട് പ്രഷറെല്ലാം പോയി. ഇനി തുറന്നു കൊടുക്കാം. മൂത്ത കായാണെങ്കിൽ ഒരു വിസിലടിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് 1 വിസിലടിച്ചതിന് ശേഷം സിമ്മിലിട്ട് ഒരു 4 വിസിലടിച്ചാൽ മൂത്ത കായ നല്ലോണം വേവും. ചള്ളായതുകൊണ്ട് ഒരു വിസിലടിപ്പിച്ചാൽ മതി. തുറന്ന് അതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ. ഒന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെക്കാം. ഒരു നനവോട് കൂടിയുള്ള ചെറിയ വെള്ളത്തോട് കൂടിയുള്ള ഒരു ബട്ടനാണിത്. ചെറുങ്ങനെ വെള്ളപ്പൊക്കെ കഞ്ഞിക്ക് കൂട്ടാനാണിത്. വെളുത്തുള്ളി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഒരു തേങ്ങ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ചേർക്കാം. തേങ്ങ ഒന്ന് ചൂടായാൽ ചൂടാകുമ്പോഴേക്കും വറവിന് വേണ്ടുന്ന കാര്യങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വറക്കാൻ. കടുകിട്ട് കൊടുത്തു. ഉള്ളി ഇട്ട് കൊടുത്തു. ഉള്ളി ആയതിനു ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണുമ്പോൾ കരിഞ്ഞിട്ടില്ല. ഇനി ഉണക്കമുളക് ഇട്ട് കൊടുത്തു. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഇതിൽ വറുത്ത് ചേർത്തു. ഇത് മാത്രം മതി കഞ്ഞി കുടിക്കാൻ. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു കായ വട്ടനാണിത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുമല്ലോ.